ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവന്റെ എല്ലാ കാര്യങ്ങളും രൂപപ്പെട്ടു വരുന്നത്. ഭക്ഷണം ഒരിക്കലും ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബായിരിക്കണം. ഹലാൽ അനുവദിക്കപ്പെട്ടത്, ത്വയ്യിബ് നല്ലത്. എല്ലാ അനുവദിക്കപ്പെട്ടതും നല്ലതാവൂല, പക്ഷെ നല്ലതാവണമെങ്കിൽ സംതൃപ്തിയോടുകൂടെ കിട്ടിയതായിരിക്കണം. ലോറൻസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കന്ന് പെരേക്ക് ഇങ്ങനെ പോകുമ്പോ അദ്രമാക്കാന്റെ തൊടുന്ന് മൂവാണ്ടം മൂച്ചി റോട്ടുമ്മക്ക് ചാഞ്ഞിക്കണുണ്ട്. അപ്പൊ അയിമന്ന് നല്ലൊരു മൂവാണ്ടം മാങ്ങ ചാടിക്കിടക്കണുണ്ട്. അതെടുത്തുങ്ങാണ്ട് പെരേക്ക് പോയിട്ട് ചെമ്മീൻ പൊടി ഇട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചിങ്ങാണ്ട് തിന്ന്. അതിപ്പോ റോട്ടുമ്മക്ക് ഒരു മാങ്ങ ചാടിയത് എടുക്കല് സ്വാഭാവികല്ലേ. അതിനിപ്പോ അദ്രമാനാജി ഒന്നും പറയൊന്നുമില്ല, സംഗതി ഹലാലാവും. ത്വയ്യിബാവണമെങ്കിൽ അസർ നിസ്കാരത്തിന് അബ്ദുറഹ്മാനാജിനെ കണ്ടപ്പോ പറഞ്ഞു, അബ്ദുറഹ്മാനെ അന്റെ തൊടുന്ന് റോട്ടിക്ക് വീണീന്ന് മൂവാണ്ടം മൂച്ചിമന്ത മാങ്ങ ഞാൻ കൊണ്ടുപോയിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ പറഞ്ഞു, മുഹമ്മദേ കൊണ്ടുപോയതും പൊരുത്തപ്പെട്ടു, ഇനി കൊണ്ടുപോവാനുള്ളതും പൊരുത്തപ്പെട്ടു, അനക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് മാങ്ങ കൊടുത്താൽ കൂടിയും ചെയ്യാന്ന് പറഞ്ഞാൽ ത്വയ്യിബായി. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. ഞമ്മളത് കഴിക്കും വേണം. കൊടുക്കല് മാത്രല്ല, ഞമ്മളത് കഴിക്കും കൂടി വേണം.